തിരുവനന്തപുരം മുതലപ്പുഴയിലെ മണൽമാറ്റം സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാനുമായി മത്സ്യത്തൊഴിലാളികൾ നടത്തിയ ചർച്ച പരാജയം. യുദ്ധകാലാടിസ്ഥാനത്തിൽ നാളെ മുതൽ പൊഴി മുറിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് മണൽ മാറ്റുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. മടിയൻ മല ചുമക്കുന്ന നടപടിയാണ് സർക്കാർ നടത്തുന്നതെന്നും പൊഴി മുറിക്കാൻ മത്സ്യത്തൊഴിലാളികൾ സമ്മതിക്കില്ല എന്നും തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും സംയുക്ത സമരസമിതി പ്രതികരിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴയിൽ അഴിമുഖത്തടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും സംയുക്ത സമരസമിതിയും ചേർന്ന് നടത്തുന്ന കുടിൽകെട്ടി സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരായ സജി ചെറിയാനും വി ശിവൻകുട്ടിയും സംയുക്ത സമരസമിതിയുമായി ചർച്ച നടത്തിയത്. കായൽ തീരങ്ങളിലെ വെള്ളപ്പൊക്കത്തിന്റെ സാഹചര്യങ്ങളിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊഴിമുറിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കണ്ണൂരിൽ നിന്ന് വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് മണൽ നീക്കുന്നതോടൊപ്പം 177 കോടി രൂപ ചെലവിൽ പുതിയ ഹാർബറിന്റെ നിർമ്മാണം ഈ മാസം 20-ന് ആരംഭിക്കുമെന്നും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ചേറ്റുവായിൽ നിന്നുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്ന് പണി ആരംഭിച്ചത്. ഇനിയിപ്പോ തുറന്നുള്ള ദിവസം നാളെ മുതൽ ഇതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും. ആക്ഷൻ പ്ലാൻ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. സമയബന്ധിതമായി രണ്ടാമത്തെ ഡ്രഡ്ജർ വന്നു കഴിഞ്ഞാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ മണൽ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയ പ്ലാൻ അടിസ്ഥാനം നടപ്പാക്കും. 3 വർഷം കൊണ്ട് ഹാർബറിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ശ്രമം. കൊല്ലം ഹാർബറിലേക്ക് പോകാൻ താൽപര്യമുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഈ മാസം 19-ന് കൊല്ലം കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം മടിയൻ മല ചുമക്കുന്ന നടപടിയാണ് സർക്കാരിന്റേതെന്നും ജനങ്ങളെ മണ്ടന്മാരാക്കാമെന്ന നിലപാട് നടക്കില്ലെന്നും പൊഴി മുറിക്കാൻ മത്സ്യത്തൊഴിലാളികൾ തീരുമാനിക്കണമെന്നും സംയുക്ത സമരസമിതി ചർച്ചയ്ക്ക് ശേഷം അറിയിച്ചു. അവർക്കിപ്പോ പൊഴി മുറിക്കണമെന്ന് പറയുന്നു. അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അവർക്ക് ഇപ്പോൾ ഒരു ആവശ്യം വന്നപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വീണ്ടും ഈ പറയുന്ന ജനകീയ സൈന്യമെന്നും ഒക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പുകഴ്ത്തിയ ആളുകളെ വിളിച്ചിരുത്തി മണ്ടന്മാരാക്കാം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും നടപ്പിലാകില്ല. ഡ്രഡ്ജ് ചെയ്യുന്ന മണൽ വടക്ക് ഭാഗത്തേക്ക് നീക്കാനുള്ള നിർദ്ദേശം മാത്രമാണ് സമരസമിതി അംഗീകരിച്ചതെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.